2-3 ദിവസമായി ഇംഫാൽ നഗരത്തിലുണ്ട്. ഇന്ന് ഇവിടം വിടുകയാണ്. ഉക്രുൽ വഴി ജസാമിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് നഗരത്തിലെ വാർ സെമിറ്ററി കൂടി സന്ദർശിക്കണം. ചരിത്രത്തിൽ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ സെമിത്തേരികൾ എൻ്റെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ്. 2ാം ലോക മഹായുദ്ധം നേരിട്ട് ബാധിച്ച അപൂർവ ഇന്ത്യൻ പ്രദേശങ്ങളൊന്നാണ് മണിപ്പൂർ. ഒരു പക്ഷേ യുദ്ധചരിത്രത്തിൽ പരാമർശിച്ചു പോകുന്ന ഒരിടം മാത്രമാണിത്. ആ വരുന്ന താടിയുള്ള മനുഷ്യനെ കണ്ടില്ലേ? അദ്ദേഹം മെയ്തേയ് പങ്കൽ എന്ന് വിളിക്കുന്ന മണിപ്പൂരി മുസ്ലിമാണ്. മണിപ്പൂർ ഗോത്രങ്ങൾക്കിടയിൽ അധികം പരാമർശിക്കാതെ പോകുന്ന ഒരു വിഭാഗമാണിത്. മണിപ്പൂർ രാജാവ് ആസാമിൽ നിന്നും ക്ഷണിച്ചു കൊണ്ടുവന്ന മുസ്ലിം പടയാളികളുടെ പരമ്പരയാണിവർ. കേരളത്തിലെ റാവർത്തന്മാർക്കും ഇതുപോലൊരു ചരിത്രമുണ്ട്. സെമിട്രിയിലേക്ക് കുറച്ചധികം ദൂരമുണ്ട്. സാധാരണ യാത്രകളിൽ ഒരു ദിവസം 20 കിലോമീറ്ററൊക്കെ നടക്കാറുണ്ട്. ഇംഫാലിൽ ഇനി സമയം കളയാനില്ല. ഉക്രുൽ ടാക്സി എത്ര സമയം വരെ ഉണ്ടാകുമെന്ന് അറിയില്ലല്ലോ. ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നതിൽ ഞാനൊരു വൻ പരാജയമാണ്. ഇവിടെ നിന്നും 3 കിലോമീറ്റർ ദൂരമുണ്ട് സെമിട്രിയിലേക്ക്. ഒരു ഓട്ടോ പിടിക്കണം. മിസോറാമിനെ അപേക്ഷിച്ച് ഇംഫാലിൽ ഓട്ടോകൾ ധാരാളമുണ്ട്. ഇംഫാൽ ഒരു സമതലമായതുകൊണ്ടാകും. ഇവിടെ ഷെയർ ടാക്സികൾ ഓട്ടോത്തിൽ തന്നെയാണ്. वार सेमेट्री वार सेमेट्री क्या बोला? ISBT पता है? हाँ पता है वो वार सेमेट्री। हाँ हफ्ता का कितना है? 100 रुपया। 100 रुपया. ഞാൻ ആ ഓട്ടോ എടുത്തില്ല. 100 രൂപ കൂടുതലാണോ എന്നതല്ല, അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് എനിക്ക് ഒട്ടും ബോധിച്ചില്ല. ഇവിടങ്ങളിൽ ഓട്ടോ ഓടിക്കുന്നതൊക്കെ കൂടുതലും ബീഹാറികളാണ്. മുൻവിധികൾ മോശമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ 1-2 തവണ മോശം അനുഭവമുള്ളത് കൊണ്ട് തന്നെ കഴിയുന്നതും യാത്രകളിൽ ഓട്ടോ എടുക്കാറില്ല ഇപ്പോൾ, പ്രത്യേകിച്ചും കുടിയേറ്റ മേഖലകളിൽ. പല കാരണങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയ മനുഷ്യരായിരിക്കും അവരൊക്കെ. സെമിട്രിയിലേക്ക് ഇനി അധികം ദൂരമില്ല. ഏകദേശം ആർമി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൽ സഖ്യസേനയുടെ ഭാഗമായ ജപ്പാന്റെ ഏഷ്യൻ മുന്നേറ്റം ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ഹോങ്കോങ്ങും മലയും സിംഗപ്പൂരും ഒക്കെ കീഴടക്കി അവർ മ്യാൻമർ കടന്ന് ഇന്ത്യയിൽ പ്രവേശിക്കുമ്പോൾ ബ്രിട്ടൻ ശരിക്കും പരിഭ്രാന്തരായിരുന്നു. നാഗാലാൻഡും മണിപ്പൂരും കടന്ന് അസമിലെ അതിർത്തി വരെ അവരെത്തി. ഇംഫാലിൽ കടുത്ത രീതിയിൽ ബോംബിംഗ് ഉണ്ടായി. സുഭാഷ് ചന്ദ്രബോസ് ഈ സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. ജപ്പാൻ സൈന്യം ഇന്ത്യയിലെത്തുന്ന നിമിഷം സിവിലിയൻസ് അവരുടെ കൂടെ ചേരുമെന്നായിരുന്നു ധാരണ. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഇന്ത്യൻ സൈനികർക്കിടയിലും അട്ടിമറി ഉണ്ടായില്ല. പകർച്ചവ്യാധികളും ഭക്ഷണത്തിന്റെ ലഭ്യത കുറവും ജപ്പാനെ നല്ല രീതിയിൽ വലക്കുകയും ചെയ്തു. ഏകദേശം 1600 മനുഷ്യർ ഇവിടെ ഉറങ്ങുന്നുണ്ട്. യുദ്ധങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ബോധ്യങ്ങൾ ശക്തിപ്പെടാറുള്ളത് ഇങ്ങനെയുള്ള സെമിത്തേരികൾ എത്തുമ്പോഴാണ്. എന്തിനെന്നറിയാൻ കൊല്ലപ്പെടുന്ന കുറേയധികം മനുഷ്യർ. എന്തായിരുന്നു 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണം? 1ാം ലോക യുദ്ധത്തിൽ ജർമ്മനി നേരിട്ട അനീതി. അപ്പോൾ 1ാം ലോക യുദ്ധത്തിൻ്റെ കാരണം എന്തായിരിക്കും? യുദ്ധങ്ങൾക്ക് ദിവസമാണ് നിശ്ചയിക്കുക, കാരണം പിന്നീട് കണ്ടെത്തുന്നതാണ്. പേരുപോലുമില്ലാത്ത അജ്ഞാതരായ മനുഷ്യർ. മഹാഭാരതത്തിലെ സുയോധൻ പറഞ്ഞതുപോലെ വിധവകളുടെ മഹാരാജ്യമാണ് ഓരോ യുദ്ധവും അവശേഷിപ്പിക്കുക. ഇനി ഉക്രൂലിലേക്കുള്ള ബസ്സോ അല്ലെങ്കിൽ ടാക്സിയോ കണ്ടെത്തണം. ശരിക്കും ബൈക്കിലുള്ള യാത്രകളിൽ വീണുടം വിഷ്ണുലോകം എന്ന രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എവിടെ എത്തുന്നോ അവിടെ ടെൻ്റ് എടുത്ത് താമസിക്കും. ഇങ്ങനെ യാത്രാമാർഗങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ടി വന്നിരുന്നില്ല. പക്ഷേ എനിക്കിത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. भैया ये ISBT सीधा है इस तरफ. हाँ थैंक यू. കുറച്ചധികം സമയം നടന്നും പലരോടും അന്വേഷിച്ചതിനു ശേഷമാണ് നാഗാലാൻഡ് ബസ്സുകൾ പുറപ്പെടുന്ന സെൻറ്ററിലെത്തിയത്. ഉക്രുളിലുള്ള ബസ്സുകളൊന്നും ഓടുന്നില്ല. സേനാപതി വഴി കൊഹിമയിലേക്ക് ടാക്സിയും ബസ്സും ധാരാളം ഉണ്ട് താനും. ഉക്രൂളിൽ ചെന്നാൽ ജസാമിലേക്ക് ബസ്സോ ടാക്സിയോ കിട്ടുമായിരിക്കും. പുറപ്പെടാൻ നിൽക്കുന്ന ഉക്രൂൾ ടാക്സിയിൽ ഒരു സീറ്റ് ബാക്കിയുണ്ട്. അതാണ് ഞാൻ ബുക്ക് ചെയ്തത്. कितना रास्ता है? 3 घंटा. हाँ 3 घंटा. 3 घंटा. 3.5 घंटा.
ഉക്രൂലിലേക്ക് 3-3.5 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ദിവസം ഉക്രൂലിൽ താമസിച്ച് നാളെ രാവിലെ ജസാമിലേക്ക് പോകണം. ഈ ഗ്രാമത്തിൻ്റെ പേര് ലീമാഗോങ് എന്നാണ്. സാധാരണ മണിപ്പൂരിൽ ഓരോ ഗ്രാമങ്ങളും ഓരോ ഗോത്രങ്ങളായിരിക്കും. ഇവിടെ പക്ഷേ നേപ്പാളികൾ പോലുമുണ്ട്. ഒരു പക്ഷേ ഇതൊരു മിക്സഡ് ഗ്രാമമാകാനും സാധ്യതയുണ്ട്. മറ്റൊരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതൊരു ചെക്ക് പോയിന്റ് കൂടിയാണ്. അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും ഇതൊരു ചെക്ക് പോയിന്റ് ആണ്. അതായത് ഇനി കുക്കി ഗ്രാമങ്ങളിലേക്കാണ് ടാക്സി പ്രവേശിക്കുന്നത്. മുൻപൊക്കെ ഓരോ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപും ചെക്കിംഗ് ഉണ്ടാവാറുണ്ട്. മണിപ്പൂരിലെ പ്രധാന ഗോത്രങ്ങൾ മെയ്തെയ്, കുക്കി, നാഗൾ എന്നിവയാണ്. ഇതിൽ ഓരോ ഗോത്രത്തിനും അനേകം ഉപവിഭാഗങ്ങളുണ്ട്. ഇവർക്കിടയിൽ നിരന്തരമായ സംഘർഷങ്ങളുമുണ്ട്. മണിപ്പൂർ സംസ്ഥാനത്തെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയമായി സങ്കല്പിക്കുക. മണിപ്പൂർ തായ്വരയിലാണ് ഫുട്ബോൾ കളി നടക്കുക. അവിടെ മെയ്തെയ് ഗോത്രമാണ് ഭൂരിപക്ഷം. ഇപ്പോൾ യാത്ര ചെയ്യുന്ന മേഖല ഗ്യാലറിയിലെ ആദ്യ ഭാഗമാണ്, അതായത് കുക്കികൾ. ദൂരെ കാണുന്ന ആ മലയുടെ അപ്പുറത്താണ് നാഗഗ്രാമങ്ങളുള്ളത്. ഇവിടെയൊന്നും അസം റൈഫിൾസിൻ്റെ ഒരു പോസ്റ്റ് പോലും കാണുന്നില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. കുക്കി നാഗൾക്കിടയിൽ ഒരു ബഫർ സോൺ പോലെയാണ് ഇന്ത്യൻ സൈന്യം ഇവിടെ ഉണ്ടായിരുന്നത്. ഇംഫാൽ വിട്ടാൽ ആദ്യത്തെ 20 കിലോമീറ്ററിനുള്ളിൽ തന്നെ ചെക്കിംഗ് ഉണ്ടാവാറുണ്ട്. ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള കുടിപ്പാകയ്ക്ക് ബ്രിട്ടീഷ് പീരീഡോളം പഴക്കമുണ്ട്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഗോത്രങ്ങൾ തമ്മിലുള്ള റൈവലറിക്ക് വിത്ത് പാകുന്നത് പോലും ബ്രിട്ടനാണ്. ഭൂമിക്ക് വേണ്ടിയുള്ള തർക്കങ്ങൾ തന്നെയാണ് പ്രധാനമായും ഇവർക്കിടയിലെ പ്രധാന പ്രശ്നം. ഇപ്പോൾ അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മിസോറാം വഴി മണിപ്പൂർ കയറുമ്പോൾ ഒരേ ഒരു പ്രതിഷേധ പ്രകടനം മാത്രമാണ് ഞാൻ കണ്ടത്. സാധാരണ പെട്ടെന്നുള്ള ബന്ദ് ഇവിടെ ഉണ്ടാകാറുണ്ട്. മുൻപൊരിക്കൽ ബന്ദ് കാരണം 2 ദിവസത്തോളം ഞാൻ ഹോസ്റ്റലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ മുതലാണ് തങ്കൂൽ നാഗകളുടെ കേന്ദ്രമായ ഉക്രൂലിന്റെ തുടക്കം വരുന്നത്. ഇവിടെയും ഒരു പഴയ ചെക്ക് പോയിന്റ് ഉണ്ട്. क्या वेटिंग रहेगा? वेटिंग थोड़ा रेस्ट कर रहा हूं. सॉरी क्या बोला? रेस्ट हाँ ठीक है. പതിവ് പോലെ ഒരു ചായ മാത്രമാണ് ഞാൻ കുടിച്ചത്. സോറി 20. യാത്രക്കാരെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ചെറിയൊരു അങ്ങാടിയാണെന്ന് തോന്നുന്നു. നാഷണൽ ഹൈവേ 22 ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നു.
എങ്കിൽ പോലും മുൻപ് 5 മണിക്കൂർ ഉണ്ടായിരുന്ന ഉക്രൂൽ യാത്രയ്ക്ക് ഇപ്പോൾ ആവശ്യമായി വരുന്നത് 3.5 മണിക്കൂർ മാത്രമാണ്. നോർത്ത് ഈസ്റ്റിലെ റോഡുകൾ കേന്ദ്ര സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ശരിയാക്കിയെടുക്കുന്നത്. ഈ പാതയ്ക്ക് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. മണിപ്പൂരിൽ നിന്നും മ്യാൻമർ വഴി ചൈനയിലേക്കൊരു വ്യാപാര പാത ബ്രിട്ടന്റെ ലക്ഷ്യമായിരുന്നു. അതായിരുന്നു മണിപ്പൂരിൽ ബ്രിട്ടന്റെ താല്പര്യവും. മണിപ്പൂർ രാജാവ് ഗംഭീർ സിംഗ് ആയിരുന്നു അതിന് ബ്രിട്ടനെ സഹായിച്ചത്. ഈ പാതയിലൂടെ ബ്രിട്ടന് ചൈനയിലെത്താൻ സാധിച്ചില്ലെങ്കിലും അന്ന് നിർമ്മിച്ച ഈ പാതയിലൂടെയാണ് ജപ്പാൻ ബ്രിട്ടനെ ആക്രമിക്കുന്നത്. ഇതെല്ലാം കൃഷിയിടങ്ങളാണ്. ഇങ്ങനെ മലഞ്ചെരുവുകളിൽ ചെറുതും വലുതുമായ ധാരാളം ജൂം കൃഷികൾ കാണാറുണ്ട്. നാഗ ഏരിയയിലേക്ക് എത്തിത്തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇങ്ങനെയുള്ള കവാടങ്ങൾ. ഇതൊരു നാഗ രീതിയാണ്. ഉക്രൂൽ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം 4 മണിയാകുന്നു. നല്ല തണുപ്പുണ്ട്. പുറത്തിറങ്ങി ഒരു സ്റ്റേ എന്തെങ്കിലും കണ്ടെത്തണം.